വീക്കെൻ നമ്മളിപ്പോ നിൽക്കുന്നത് യുഎസിൽ ടെക്സാസിലാണ്. ഹലോ വീക്കെൻ കേൾക്കുന്നുണ്ടോ? വീക്കെൻ കേൾക്കുന്നുണ്ടോ? ഞാൻ നിൽക്കുന്നത് വളരെയധികം ആകാംക്ഷ നിറഞ്ഞ ഒരു സമയത്തേക്കാണ്. നാട്ടിലെ യുഎസിലും വളരെയധികം തികച്ചും നിർണായകരമായ സിറ്റുവേഷനിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇവിടെ കേരളത്തിലെ ഫലം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. വീക്കെൻ 10 ദിവസമായി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയായിട്ട് അദ്ദേഹത്തെ തന്നെ തെരഞ്ഞെടുത്തു എന്നാണ് അറിയുന്നത്. ഇവിടെ നമ്മുടെ 2 പ്രതിനിധികളാണ് നിൽക്കുന്നത്. 2 പാർട്ടികളുടെയും പ്രതിനിധികൾ വളരെ ആകാംക്ഷപരമായി നമ്മളോട് ഇന്റർവ്യൂ ചെയ്യാനായിട്ടിരിക്കുകയാണ്. കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇവിടെ നിൽക്കുന്ന നമ്മുടെ 2 അതിഥികളെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ സാജു കരിയമ്പുഴ, ടെക്സസിലാണ് ജീവിക്കുന്നത്. എന്താ കരിയമ്പുഴയോ? എടാ നീ ആ ഓട്ടക്കാരൻ കുട്ടന്റെ മോനല്ലേ? ഈ ലാസ്റ്റ് വേഗം മാറ്റിയോ? അതൊന്നും കുഴപ്പമില്ലടാ, കുഴപ്പമില്ല. ടി വി വരുന്നത്. ഹലോ പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ ഇലക്ഷൻ വൻ വിജയമാണ് കേരളം സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്ന വൻ വിജയം. എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാം. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനുണ്ട്. വാക്കുകൾ കിട്ടുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആരെന്നാ പറഞ്ഞത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരിക്കും. ഒരു സംഭവം തടസ്സമില്ല. ആരെ തടസ്സപ്പെടുത്തിയാലും എനിക്ക് യാതൊരു വിഷയവും ചുക്കുമില്ല. അങ്ങനെയാണ്. ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെന്നേ, ഞങ്ങൾ പറയും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 10 വർഷം മുടിപ്പിച്ച് കേരളം നശിപ്പിച്ചിട്ട് നാരായണക്കല്ലിൽ പിടിപ്പിച്ച് കേരളം അദ്ദേഹം വരുമ്പോ നോക്കിക്കോ. സുവർണ കാലഘട്ടം കേരള അറിയാവോ? സുവർണ കാലഘട്ടം. എന്തായാലും അദ്ദേഹം പോലെ ഇദ്ദേഹം ചെയ്തിട്ടില്ല. എന്ത് മുടിപ്പിച്ച്, എപ്പ മുടിപ്പിച്ച്, ആര് മുടിപ്പിച്ച്, എന്തു ഈ പറയുന്നേ? ചുമ്മാ പറയാം. മുടിപ്പിച്ചല്ലോ, നിങ്ങളെ മുടിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ച കേരളം പ്രഭുത്വ കേരളം ഉണ്ടാക്കി. തമാശ ഇങ്ങനെ പോയാൽ എല്ലാവരും ചേർന്ന് അമേരിക്ക കത്തിക്കോ? ആ ഉണ്ണിക്ക് എന്താ തോന്നുന്നു? അമേരിക്ക കത്തിക്കോ? അമേരിക്ക കത്തിക്കോ? വളരെ ഉദ്യോഗമായ സംസാരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തർക്കത്തിലേക്ക് പോകാത്ത വിധം നമ്മൾ നോക്കും. വീക്കെൻ കേൾക്കുന്നുണ്ടോ? കോള് വന്നുകൊണ്ടിരിക്കുന്ന തലസ്ഥാനത്തിൽ നിന്നാണെന്ന് തോന്നുന്നല്ലോ. പ്രതിപക്ഷത്ത് ഇത് മൊത്തത്തിൽ കുഴപ്പമില്ല. ഇതാ പ്രതിപക്ഷത്തേക്ക് എത്തിയിരിക്കുന്നു. എതിർ സ്ഥാനാർത്ഥിയായ അദ്ദേഹം തന്നെ എത്തിയിരിക്കുന്നു. എതിർ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. തോറ്റിട്ടില്ല